പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം കൊണ്ടുവന്നു. EMS തന്നെ മുൻകൈയെടുത്ത് അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കി. തൊഴിൽ സമരങ്ങളിൽ, ജനകീയ പ്രശ്നങ്ങളിൽ, കാർഷിക പ്രശ്നങ്ങളിൽ പോലീസിന്റെ ഇടപെടലിനെ നിയന്ത്രിക്കുന്ന നിലപാട് അന്നത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു. ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഈ നിലപാടുകൾക്കെതിരായി പഴയ ജന്മിവ്യവസ്ഥയുടെ ശക്തികൾ, നാടുവാഴിത്തത്തിന്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം ചേർന്ന് ആ ഗവൺമെന്റിനെതിരായി രംഗത്ത് വന്നു. ശക്തമായ ആക്രമണവുമായിട്ടാണ് അവർ രംഗത്ത് വന്നത്. അതിന്റെ ഫലമാണ് വിമോചന സമരം. അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് 59-ലെ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. പിന്നീട് EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് 1967-ലാണ്. EMS ഗവൺമെന്റ് 67-ൽ അധികാരത്തിൽ വരുമ്പോൾ 59-ൽ പാസാക്കിയ കർഷക ബന്ധ നിയമമില്ല. ആ നിയമത്തിൽ കുടികിടപ്പുകാർക്ക്, ഭൂരഹിതരായ കുടുംബങ്ങൾക്ക്, കൈവശക്കാർക്ക് എല്ലാം സംരക്ഷണം നൽകുന്ന നടപടി 59-ലെ നിയമത്തിലുണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നിയമമാണ് 67-ലെ ഗവൺമെന്റിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായത്, ചിറകരിഞ്ഞ കർഷക ബന്ധ നിയമം. ഈ സാഹചര്യത്തിലാണ് 69-ൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കേരള ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. 1969 ഒക്ടോബറിൽ ആലപ്പുഴയിൽ ഒരു മഹാസമ്മേളനം ചേർന്നു. ആ സമ്മേളനത്തിൽ പാവപ്പെട്ടവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പ്രത്യക്ഷപ്പെടുന്ന സഖാവ് AK-ജിയുടെ നേതൃത്വത്തിൽ ഒരു സമരപ്രഖ്യാപനം നടന്നു ആലപ്പുഴയിൽ. ആ പ്രഖ്യാപനം 1970 ജനുവരി 1 മുതൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയതായി പ്രഖ്യാപിച്ചു. അതായിരുന്നു ആ കൺവെൻഷൻ, ആ സമരപ്രഖ്യാപനത്തിന്റെ പ്രത്യേകത. എന്താ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം? കുടികിടപ്പുകാർക്ക് 10 സെന്റ് ഭൂമിയുടെ അവകാശം, 15 ഏക്കറയിൽ അപ്പുറത്തുള്ള ഭൂമി ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കണം, ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യണം, ജന്മാവകാശം ലഭിക്കുക കൃഷിക്കാർക്ക്, പാട്ടവ്യവസ്ഥയില്ല. അപ്പൊ നാടുവാഴിത്തവും ജന്മിത്വവും രണ്ടും ഇല്ലാതാവുകയാണ് കേരളത്തിൽ. അതിന് നേതൃത്വം കൊടുത്തതാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. കേരളത്തിലെ ഭൂബന്ധങ്ങളിൽ വന്ന മാറ്റം, ആ മാറ്റമാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്നും നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് പഴയ നാടുവാഴിത്തത്തിന്റെയും ജന്മിത്വത്തിന്റെയും അനുഭവമില്ലാത്തവരാണ്. അതവരെ കുറ്റം പറയാൻ കഴിയുന്നതല്ല. പഴയ തലമുറയിൽപ്പെട്ടവർ സഹിക്കേണ്ടി വന്ന ത്യാഗം ഈ കേരളത്തിന്റെ തെക്കൻ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നടന്ന ഉത്തരവാദിത്വ ഭരണത്തിന് വേണ്ടി നടത്തിയ സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാണത്, സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണത്. തോക്കിന്റെയും പീരങ്കിയുടെയും മുമ്പിലേക്ക് വാരിക്കുന്തവുമായി ജനങ്ങൾ മാർച്ച് ചെയ്തത് ഈ തോക്കിനെയും പീരങ്കിയെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടല്ല, അതൊരു പോരാട്ടത്തിന്റെ ശക്തിയായിരുന്നു, അതൊരു ദൃഢനിശ്ചയമായിരുന്നു. ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുക എന്നുള്ളത് ജീവൻ കൊടുക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പീരങ്കിയുടെ മുമ്പിലേക്ക് പുന്നപ്ര വയലാർ സമരസേനാനികൾ മാർച്ച് ചെയ്തത്. ഇങ്ങനെ വന്ന മാറ്റം അതാണ് കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതി രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഇപ്പൊ ഭൂബന്ധങ്ങളിൽ വന്നിട്ടുള്ള ഈ മാറ്റം, അതിന് നേതൃത്വം കൊടുത്തത്, നടപ്പിലാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ വേറെ ആരാണ്? അതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന്
ദേശീയ തലത്തിൽ RSS സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള മതരാഷ്ട്രവാദ ശക്തികളാണ് ഭരണ നേതൃത്വത്തിലുള്ളത്. മതരാഷ്ട്രവാദം വർഗീയതയുടെ ഉയർന്ന രൂപമാണ്. ഭീകരവാദ നിലപാടുകൾ മതരാഷ്ട്രവാദത്തിന് എത്ര ശക്തി പകരുന്നു എന്നുള്ളത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് ഇന്ത്യയിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. അവർ കേരളത്തെ ഒറ്റതിരിച്ച് ആക്രമിച്ച് തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയിൽ ഏക ബദൽ ശക്തിയായിട്ട് രൂപം കൊണ്ട് നിൽക്കുന്നത് കേരളമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ തകർക്കുക എന്നത് BJPയുടെ ലക്ഷ്യമാണ്. അതിനനുസൃതമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. കേരളത്തിൽ SDPI, ജമായത്ത്, ഈ രണ്ട് ശക്തികളും ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് അവകാശപ്പെടുന്നത്. ഈ രണ്ട് ശക്തികളും മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. ഇവരുമായി ലീഗ് സന്ധിയുണ്ടാക്കുകയാണ്. ലീഗിന്റെ നേതൃത്വത്തിൽ SDPIയെയും ജമായത്തെയും കേരളത്തിൽ UDFന്റെ ക്യാമ്പിൽ ഉറപ്പിച്ചു നിർത്തി പുതിയ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. 57 അധികാരത്തിൽ വന്ന EMS ഗവൺമെന്റ് 59 കർഷക ബന്ധ നിയമം, ആ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിലപാടുകളിൽ ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഒരുപാട് സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു പോയല്ലോ. ഇത് ആർക്കാണ് നഷ്ടമുണ്ടാക്കിയത്? കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ്. ഭൂരഹിതരായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഭൂമി വലിയ തോതിൽ തിരിമറി ചെയ്യപ്പെട്ടു. അതാണ് 69 ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിലേക്ക് എത്തിയത്. ഈ നഷ്ടം, അതിന്റെ ഉത്തരവാദിത്തമാർക്ക്? ഈ പാവപ്പെട്ടവരുണ്ടായ ഈ നഷ്ടം ആർക്ക് പരിഹരിക്കാൻ കഴിയും?